അതല്ലേ ഇന്ന് മക്കൾക്ക് ലഞ്ചായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഫൈബറും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ചക്ക കൊണ്ടുള്ളൊരു ചോറാണ്. അപ്പോൾ ചെറിയൊരു മധുരമുള്ള ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 3 കഷ്ണം ചക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളിയും പിന്നെ 2 വെള്ളുള്ളിയും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് തേങ്ങയും ഇത്രയും മതി കേട്ടോ. ഞാൻ എപ്പോഴും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ റെസിപ്പി ആക്കിയിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് വിഷമൊന്നും ചേർക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ നമ്മുടെ ചക്കേനത് ഇതുപോലെ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തേങ്ങയിൽ ബാക്കിയുള്ള കൂട്ടുകളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാമേ. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതുവരെയും കുട്ടികൾക്ക് സോൾട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിലും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയറിൽ മുകളിൽ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ചക്കേനെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു റൈസൊക്കെ ഉടച്ചു കൊടുക്കുന്ന ഒരു മാഷർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു തേങ്ങേൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് മാത്രം ആ ഒരു ചക്കയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. പിന്നെ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ജീരകശാലേൻ്റെ റൈസാണ് കേട്ടോ കൊടുക്കാറ്. അപ്പോൾ ഞാനത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൂടി ഇതിൽ ആഡ് ചെയ്താൽ നമ്മുടെ ചക്കച്ചോറ് റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് കോക്കനട്ട് ഓയിലോ ഗീയോ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ ആഡ് ചെയ്തത് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോറിനെ ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് യോഗട്ടാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ റൈസ് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളത്. കാരണം ചക്കയും കൂടി ചേർന്ന് വരുന്നത് കൊണ്ട്. പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ മാങ്ങ. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം മാങ്ങ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. സോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബേബി ഫ്രണ്ട്ലി റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. സോ താങ്ക് യു.